അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഇതാ ഈ വഴിക്ക് പരുന്തുംപാറയിലേക്കാണ്. നല്ല മഴയൊക്കെ ഉണ്ട്. പരുന്തുംപാറയിൽ ഇപ്പോൾ പോയാൽ നല്ല രസമായിരിക്കും. നമുക്ക് പരുന്തുംപാറയിലേക്ക് ഒന്ന് പോയാലോ? നമുക്ക് പരുന്തുംപാറ അതാ ഇവിടുന്നാണ്, ഈ വഴിക്കാണ് പോകുന്നത്. കുറച്ച് ഓഫ് റോഡുണ്ടേ, വഴിപണിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ നല്ല വഴിയാവും. ഒരു 2 കിലോമീറ്ററേ ഉള്ളൂ. നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്നാണ് കടന്നു പോന്നിരിക്കുന്നത്. അപ്പോൾ പോയാലോ? വായോ. അപ്പോൾ നമ്മൾ പരുന്തുംപാറയ്ക്ക് പോകുമ്പോൾ ഈ വഴി സൈഡിലുള്ള ഒരു അവക്കോട മരമാണ്. അപ്പോൾ അതിൽ ഒരു ധാരാളം കായുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാവേ. ഇത് കണ്ടോ, ഈ നിൽക്കുന്നത് ഞാൻ ഈ കെട്ടിപ്പിടിച്ചേക്കുന്ന വലിയൊരു അവക്കോട മരമാണ്. ഇതാണ് അവക്കോട മരം. ചെറുതല്ല കേട്ടോ. ഇതുണ്ട് കായ അവക്കോട ഇങ്ങനെ കാച്ചു കിടക്കുന്നു. ഇതുപോലെ നിരവധി മരങ്ങൾ ഇതിലെ നമ്മൾ ഈ പരുന്തുംപാറയ്ക്ക് പോകുമ്പോൾ കാണാൻ പറ്റും. ഇതുണ്ട് ഇഷ്ടം പോലെ. ഇതൊരു വലിയ മരത്തിൻ്റെ കായ. ഇത്ര ഇഷ്ടം പോലെ കാടപ്പുണ്ട്. പക്ഷേ ഇവിടെ കുരങ്ങൊക്കെയാണ് ഇത് കഴിക്കുന്നത്. സായിപ്പ് അതാണെങ്കിൽ അന്ന് വന്നപ്പോൾ ഇത്രയും മനോഹരമായ ഈ പഴം കൊണ്ട് നട്ടുപിടിപ്പിച്ചു. നമ്മൾ ഈ അടുത്തിടെയാണ് ഈ അവക്കോട ഇത്രയും ഗുണമുള്ള അല്ലെങ്കിൽ ഇത്രയും വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഒരു പഴമാണെന്ന് നമ്മൾ അറിയാൻ തുടങ്ങിയത്. ഇപ്പോൾ ധാരാളം നമുക്ക് മാർക്കറ്റിൽ കിട്ടും. ഇപ്പോൾ നല്ല 400 രൂപ 300 രൂപയൊക്കെ വില കേട്ടോ. അപ്പോൾ നമ്മൾ അവക്കോട കണ്ടു. ഇനി നമുക്ക് നടന്നു പോവാം. ഞാനൊരു പള്ളി കാണിച്ചു തരാവേ. ആ പള്ളിയുടെ ആ ഒട്ടക്കുന്നിൻ്റെ സൈഡിലെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് ഒരു ഭംഗി തോന്നുന്നു. ആ പള്ളി ഇപ്പോൾ റോട്ടിൽ നിന്ന് ഏകദേശം ഒരു 300 മീറ്റർ അകലെ കേട്ടോ. നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം, കിട്ടുമെന്ന് നന്നായിട്ട്. നല്ല ഭംഗിയായിട്ട് കാണാം. ഇപ്പോഴത്തെ ഈ മനോഹരമായ ഈ പ്രകൃതി ഭംഗിയിൽ ആ പള്ളി ഇരിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അപ്പോൾ വീണ്ടും അപ്പോൾ പള്ളിയോട് അടുത്ത് തന്നെ ഒരു മനോഹരമായൊരു കോവിലുണ്ട്. ഒരു ചെറിയൊരു കോവിൽ. ശെൽവ ഗണപതി കോവിൽ എന്നാണ് എഴുതിയേക്കുന്നത്. അപ്പോൾ എൻ്റെ ഈ പുറകെ കണ്ടോ, ഇതാ ഈ നിൽക്കുന്നൊരു വൻ വൃക്ഷം കണ്ടോ. ഇതും ഒരു അവക്കോട മരമാണ്. നമുക്ക് അതിന് ചുവട്ടിലൊന്ന് പോയി നോക്കാം. വൻ വൃക്ഷമാട്ടോ ഇത്. ഏതാണ്ട് ഒരു 80 ഇഞ്ച് വണ്ണമുണ്ട് ആ മരത്തിന്. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ആ കാണുന്നത് AVTയുടെ ഒരു തേയില ഫാക്ടറിയാണ്. ഇപ്പോൾ പണിക്കാരൊക്കെ വളരെ കുറവാണ്. ഒരു ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ്. ഫാക്ടറി അവധിയാണെന്ന് തോന്നുന്നു. വളരെ സ്ലോയിൽ വണ്ടി ഓടിച്ച് പോയെങ്കിലേ നമുക്ക് ഇതൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നല്ല കാറ്റുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് കുത്തനെയുള്ളൊരു കയറ്റമാണെന്നുള്ള സൈൻ ബോർഡ് കാണുന്നുണ്ട്. കോടമഞ്ഞൊക്കെ ഇറങ്ങാൻ തുടങ്ങി. അതെ, ഇവിടുന്ന് കയറ്റം തുടങ്ങുവാണ്. ഇനി നമുക്ക് ശ്രദ്ധിച്ച് പോകണം. രാവിലെ തന്നെ നല്ല ധാരാളം സഞ്ചാരികളൊക്കെ ഉണ്ട്. നല്ല കാറ്റാണ് ഇന്ന്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അത് നമുക്ക് താഴോട്ടൊന്ന് പോയി നോക്കാം. ആ ഭാഗത്തേക്കൊക്കെ ഒരുപാട് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. നമുക്ക് അവിടെയൊക്കെ ഒന്ന് പോയി കാണാം. താഴോട്ട് നോക്കിയാൽ നമുക്ക് തല ഇറങ്ങും കേട്ടോ. നമ്മുടെ ഓക്ലിയ
പറക്കാന്ന് പറഞ്ഞാൽ വാരം തീർന്ന ഒക്കെ താഴെ വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. താഴെയുള്ള മനോഹരമായ വരികയാണ്. കണ്ടോ വെള്ളച്ചാട്ടം കണ്ടോ? സൂം ചെയ്ത് നോക്കാം. പക്ഷെ ഇവിടുന്ന് അങ്ങ് എടുത്തങ്ങോട്ട് പറക്കാൻ തോന്നും. അങ്ങനെ നമ്മൾ ഈ വലിയ മലയുടെ മുകളിൽ നിന്ന് പരുന്ത് പറന്നു പോകുന്ന ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ ഇങ്ങനെ അങ്ങ് പറന്നു. പക്ഷെ ഇവിടെ പ്രത്യക്ഷം വേലിയൊന്നും ഇല്ല കേട്ടോ. ബാരിക്കോടൊന്നും വെച്ചിട്ടില്ല. വളരെ സൂക്ഷിച്ച് ഇറങ്ങണം. നമുക്ക് പയ്യെ താഴ്ത്തുനിന്ന് ഇറങ്ങി നോക്കാം. സാഹസികതയാണല്ലോ നമ്മുടെ ഒരു പ്രത്യേകത. നമുക്കങ്ങ് ചെന്നാൽ അവിടെ കുറിഞ്ഞ് പൂത്തേക്കുന്ന പോലെ എന്തോ പൂത്ത് നിൽപ്പുണ്ടേ. അത് കുറിഞ്ഞാണോ നോക്കാം നമുക്ക്. എൻ്റെ ബാക്കി നിൽക്കുന്ന ഈ പൂ കണ്ടോ? ഇതാണോ നീലക്കുറിഞ്ഞി? ഇതിന് നീലക്കുറിഞ്ഞിയായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇങ്ങനെയാണോ നീലക്കുറിഞ്ഞി ഇരിക്കുന്നത്? ഞാനിതൊരു 20 വർഷം മുമ്പ് നീലക്കുറിഞ്ഞി പൂത്തത് കാണാൻ പോയി. പക്ഷെ എൻ്റെ ഓർമ്മയിൽ കിട്ടുന്നില്ല. അപ്പം നീലക്കുറിഞ്ഞി ആണോ അല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ. അതിൽ ഞാൻ ഓർമ്മ ഓടിച്ചു. അവരധികൃതർ കണ്ടാൽ ചിലപ്പോൾ പ്രശ്നമായിരിക്കും. അപ്പോൾ നമുക്കത് ഇവിടെ തന്നെ വെച്ചേക്കാം. ഇവിടെ ധാരാളം ഇപ്പോൾ ഇവിടെയൊക്കെ പൂത്ത് വെപ്പുണ്ട്. ഈ താഴോട്ടൊക്കെ ധാരാളം പൂത്ത് വെപ്പുണ്ട്. ധാരാളം പൂത്ത് വെപ്പുണ്ട് ഇതിലെ ആ ചെടികൾ. ഞാൻ ഇച്ചിരി താഴോട്ട് ഇറങ്ങിപ്പോന്നേ. അങ്ങോട്ട് കാല് തെറ്റിയാൽ പോയി. കാല് തെറ്റിയാൽ ഓരോ സ്റ്റെപ്പും നമ്മൾ സൂക്ഷിച്ചു വെക്കണം. കാല് തെറ്റിയാൽ നമ്മൾ താഴെ കിടപ്പ്. അത്ര എങ്ങും പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളൊന്നും വന്ന് ഇറങ്ങും ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ കുന്നും മലയൊക്കെ കയറി നടക്കുന്ന വ്യക്തിയായതുകൊണ്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും നിങ്ങളൊന്നും വന്ന് ഇറങ്ങരുത്. ഒരു കാരണവശാലും ഹെവിയാണ് ഇങ്ങോട്ട് കേട്ടോ. അയ്യോ, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാറ്റാണ്. ചിലപ്പോൾ അവിടുത്തെ കാറ്റ് ഇങ്ങോട്ട് വന്നാൽ നമ്മളെ പിടിച്ച് താഴോട്ട് തള്ളിയിടും. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറി നിൽക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് വീശുന്നുണ്ട്. നല്ല കാറ്റാണ്. അപ്പം നമ്മൾ ഈ മലയിൽ നിന്ന് അങ്ങേ മലയിലേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു കല്ല് പൊങ്ങി നിൽക്കുന്ന കണ്ടോ? നമുക്കൊന്ന് സൂം ചെയ്ത് നോക്കാം. ഏകദേശം ഇവിടുന്ന് ഒരു 1/2 കിലോമീറ്റർ അകലുണ്ട്. കൊള്ളാം. നമുക്ക് ആ കല്ലിൻ്റെ മുകളിൽ കയറിയിട്ട് ഒരു സെൽഫി എടുക്കണം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? ആ കാണുന്നതാണ് ആ പാറ. ആ പാറയുടെ മുകളിൽ പോയി നമുക്കൊരു സെൽഫി എടുത്താലോ? പോയേക്കാം. അഡ്വഞ്ചർ അല്ലേ? ശരി, വായോ. ഈ സൈഡിലൊക്കെ ബാരിക്കേഡ് വെച്ചിട്ടുണ്ട്. ബാരിക്കേഡ് എന്ന് വെച്ചാൽ ഈ പ്രൊട്ടക്ഷൻ വേലിയുണ്ട്. അപ്പം നമുക്ക് അങ്ങോട്ട് നടന്നു പോകുമ്പോൾ കാല് തിരി വീഴൊന്നുമില്ല. കുട്ടികൾക്കൊക്കെ പിടിച്ച് കയറാം. പ്രായമായ ആളുകൾക്കൊക്കെ ഇങ്ങനെ പിടിച്ച് കയറി പോരാം. മനോഹരമായ സ്ഥലമാട്ടോ. ഭയങ്കര ഒക്കെയാണേ. അപ്പോൾ നമുക്കിനി നമ്മൾ ആ പറഞ്ഞ പാറ ദേ കാണുന്നതാണ്. ആ പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ ചെന്ന് സെൽഫി എടുക്കും. അപ്പം നമ്മൾ ആ നിരപ്പിൽ നിന്ന് പയ്യെ താഴോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്. കൊടും കാടാട്ടോ. പെരിയാർ വന്യജീവി സങ്കേതമാണ്. കടുവ, ആന, കാട്ടുപോത്ത് ഒക്കെ സ്വൈര്യവികാരം നടത്തുന്ന സ്ഥലമാണ് ഞാൻ താഴെ കാണുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ സെൽഫി പോയിന്റ്. അപ്പം അങ്ങോട്ട് പോകണമെങ്കിൽ ഇതിലേ നടന്ന് ഇതിലേ ചെന്ന് അങ്ങനെ അവിടെ ചെന്നിട്ട് നേരെ താഴോട്ട് നടന്ന് കുത്തനുള്ള ഇറക്കാണ്. ഇറങ്ങി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇങ്ങോട്ട് ഇച്ചിരി തിരിവുണ്ട്. ആ തിരിവിക്കടെ വന്നിട്ട് വേണം നമുക്ക് ഈ പോയിന്റിലെത്താൻ. അതിൻ്റെ മുകളിൽ ആരും കയറി ഒരു പണം കൊടുക്കുന്ന
വെള്ളം കയറിയിട്ടുണ്ട്. ഈ കൊടൈക്കനാലിൽ ചെന്ന് കാണുന്ന ഒരു പ്രതീതി ചിലപ്പോൾ തോന്നിപ്പോവേ. അപ്പം നല്ല തണുപ്പുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നണം കേട്ടോ. അപ്പോൾ നമ്മളിനി ആ സെൽഫി പോയിന്റിലേക്ക് അടുക്കാനായിട്ട് ഏതാണ്ട് ഒരു 200-300 മീറ്ററും കൂടെ അകലമുണ്ട്. ഇനി നമുക്ക് താഴോട്ട് ഇറക്കുവാണേ. പോയിന്റ് അടുത്തടുത്ത് വരുന്നു. പക്ഷെ ആരോഗ്യം കുറവുള്ളവരൊന്നും ഇറങ്ങാതിരിക്കുമോ നല്ലത് കേട്ടോ. പ്രായമായിരുന്നു അങ്ങോട്ടും പോകണ്ട. കാരണം ഇവിടെ തന്നെ നല്ല കാറ്റാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ കയറിയാൽ ഇങ്ങനെ സൂചി പോലെ നിൽക്കുന്നൊരു പാറയാണ്. കാറ്റ് അവിടുന്ന് ഇവിടുന്ന് വന്ന് നമ്മളെ കറക്കെടുത്താണ്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് യാത്ര ചെയ്യും. പോയിന്റിലേക്ക് എത്താറായി. ആ കല്ല് കണ്ടോ, അവിടെയാണ് നമ്മൾ പോകേണ്ടത്. നമ്മൾ കാറ്റ് കൂടുതലായിട്ട് വന്നു, നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ ഈ ദൃശ്യങ്ങളൊക്കെ നമുക്ക് താഴെ നോക്കി ഒന്ന് കാണാം. അയ്യോ, ഇപ്പം എടുത്തു മറിക്കുന്ന കാറ്റാണ്. കൂട്ടുകാരെ, അവിടെ കാറ്റെങ്ങനെയുണ്ട്? നല്ല കാറ്റാണോ? കുഴപ്പമുണ്ടോ? തല ഇറങ്ങുമോ? നമ്മൾ ആദ്യം പറഞ്ഞ സ്ഥലം ദാ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, അതേ പോയിന്റിലാണേ. അപ്പൊ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് കാണിച്ചു തരാവേ. ചക്കര ഞാൻ അറിയാതെ പറഞ്ഞു ചക്കര മുത്തേ, നീ എന്നെ പറ്റിച്ച് കളഞ്ഞോടാ. എത്ര നാളത്തെ പ്രയത്നം കൊണ്ട് എത്ര ആയത്? എത്ര? 9 മാസമൊക്കെയാണ്. 1 വർഷമായി. നീ എന്നാണ് ഉപയോഗിക്കുന്നത്? ഡൈ ആണോ? അല്ല, ഡൈ ഇത് ഡൈ അല്ല കേട്ടോ. ഞാനും ഡൈ ഒന്നും അല്ല. പക്ഷെ എന്നിരുന്നാലും എന്നെ കളത്തി വെട്ടി. അപ്പൊ നമുക്ക് ആ പോയിന്റിലേക്ക് എത്തി. നമുക്ക് താഴോട്ടൊന്ന് നോക്കിയാലോ. അയ്യോ, അതീവ ഭീകരത കേട്ടോ. ഭയന്ന് പോയിന്റെ മുകളിൽ കയറിയ കാറ്റിലേക്ക് നല്ല സുഖമാണേ. ഞാൻ പറഞ്ഞില്ലേ സെൽഫി എടുക്കുന്ന. അപ്പൊ എന്റെ ആദ്യ സെൽഫി ഞാൻ താട്ടൊന്ന് കാണിച്ചു തരാം. നേരെ കാല് നീട്ടി വെച്ചിട്ട് താട്ടൊന്ന് കാണിച്ചു തരാം. എടുത്തങ്ങ് ചാടിയാൽ നമുക്ക് ഇവിടുന്ന് അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ചാനൽ. അപ്പോൾ എല്ലാവർക്കും